വെൽക്കം ടു ഷാഹി. നമ്മളിന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തുവാനായിട്ടുള്ള കാരണം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും കേരള കോൺഗ്രസ് ബിയിൽ നിന്നും ഉള്ള നേതാക്കളാണ് നമ്മളിവിടെ ഇരിക്കുന്നവർ. ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട്, ഇനിയും നിയമ പ്രസിഡന്റുമാർ വരാനുണ്ട്, വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പോഴത്തെ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാലോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ബിയിൽ നടക്കുന്ന അഴിമതികള് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അറിയുന്നില്ല. കാര്യം ഓരോരോ ഉദ്യോഗസ്ഥരെ വിരട്ടിക്കൊണ്ട് അവരവരുടെ കാര്യങ്ങൾ, ജില്ലാ നേതൃത്വം അവരവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ആയതിനാൽ ഇപ്പോഴത്തെ ഈ ഭരണം നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്ന്. കേരളത്തിന്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നോക്കിയാലും ഇന്ന് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ മയക്കുമരുന്നിന് അടിമകളാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് സ്വയബോധമില്ലാതെ അമ്മയെ പെങ്ങന്മാരെ ഒന്നും തിരിച്ചറിയാതെ എല്ലാവരും വെട്ടി മുറുക്കി കഷ്ണം കഷ്ണങ്ങളാക്കി എറിയുന്ന വാർത്തകളാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി വി മാധ്യമങ്ങളാകട്ടെ പത്രങ്ങളാകട്ടെ എന്തെടുത്ത് നോക്കിയാലും ഇതാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ കാഴ്ച. നമ്മുടെ ഈ ഭരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ സർക്കാരിന് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ്? പോലീസ്, ബഹുമാനപ്പെട്ട പോലീസ് മേധാവികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം അവർക്ക് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമല്ലേ അവർക്ക് നേരായ മാർഗത്തിലൂടെ അത് നിയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തന്നെയല്ലേ ഇപ്പൊ തന്നെ ആശാവർക്കറുടെ കാര്യം, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു, പക്ഷെ ആ ഫണ്ട് എവിടെ വിനിയോഗിച്ചു? ഒരു തെളിവുമില്ല. അവരാ വെയിലും കൊണ്ട് അവിടെ കിടക്കുക. നമ്മുടെ സൗകര്യമാരല്ലേ അവരൊക്കെ. അപ്പൊ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഉചിതമായ തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ ചെയർമാനെ നയിക്കുന്ന കേരള കോൺഗ്രസിലേക്ക് ലയിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ ഓരോരോ കാര്യങ്ങള്. നമ്മുടെ ഈ സർക്കാരിനെ കൊണ്ട് പല ആൾക്കാർക്കും പല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഇവിടെയുള്ള ഈ എല്ലാം ശരിയാക്കും എന്ന് പറയാം. എന്ത് ശരിയാക്കി? നാട് മുടിച്ച് കുട്ടിച്ചോറാക്കി. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല, നല്ല ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പൊ KV ഗണേഷ്കുമാർ തന്നെ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മന്ത്രിയാണ്. അദ്ദേഹം പോലും അറിയാതെയാണ് ഓരോരോ കാര്യങ്ങളോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ കുറച്ച് ദിവസങ്ങൾക്കകത്ത് ഞങ്ങളെല്ലാവരും, അതായത് ആയിരക്കണക്കിന് പേര് ഞങ്ങൾ PJ ജോസഫ് സാറിന്റെ കേരള കോൺഗ്രസിലേക്ക് ലയിച്ച് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ തന്നെ നമുക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടാത്ത സംഭവങ്ങളാണ് അഴിമതികളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ബിയിലായിക്കോട്ടെ ജില്ലാ നേതൃത്വങ്ങൾ ചെയ്യുന്ന പരിപാടികൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം അതിനകത്ത് നമ്മൾ കൂടെ ഉൾവാക്കളായി പോവുകയാണ്. അത് കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഓൾറെഡി എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ രണ്ടു കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യമാണ്. അഴിമതികളാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അറിയാതെ അഴിമതി നടക്കുകയാണ്. ജില്ലാ നേതൃത്വം ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് പറയാനായിട്ട് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അന്വേഷിച്ച് പറയാം. അതിനകത്ത് എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്ന പേപ്പറിലെല്ലാം ഉണ്ട്. മിനിസ്റ്ററിനെ നമ്മൾ അറിയിച്ചായിരുന്നു. 2 പ്രാവശ്യം നമ്മൾ മിനിസ്റ്ററെ പോയി കണ്ടു സംസാരിച്ചു. അപ്പം അദ്ദേഹം പറയുന്നത് അതിനകത്ത് അങ്ങനെ ഒന്നും നടക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞത്. ഇത് ഓരോ വിരട്ടുകൾ കൊണ്ട് നടക്കുന്നത്, ഓരോ വിരട്ടുകളാണ്. അതായത് മേലുദ്യോഗസ്ഥന്മാരെ പോയി വിരട്ടി അവരുടെ കാര്യം സാധിച്ചെടുക്കുക. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ നേതൃത്വം ജില്ലാ പ്രസിഡന്റാണ് കൂട്ടിക്കോളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്ന് പറയുന്നത് വളരെ ഇതമായിട്ടാണ്. നിങ്ങൾക്ക് അന്വേഷിക്കും പറയാം. നമ്മളിപ്പോ വിവരാവകാശ നിയമപ്രകാരം നമ്മളിപ്പം അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇതിപ്പോ ഉടനെ കിട്ടും. അപ്പൊ അത് നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ സംഭവം കറക്റ്റ് ആയിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരം നമ്മളിപ്പം കൊടുത്തിട്ടുള്ള ഇത് കോപ്പിയാണ് ഇവിടെ നമ്മുടെ അപേക്ഷയുടെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഉടനെ തന്നെ നമുക്ക് കിട്ടും. മന്ത്രിയുടെ ശ്രദ്ധയെ നമ്മൾ നേരത്തെ പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മന്ത്രി പാവമാണ്. മന്ത്രി ഇതൊന്നും അറിയുന്നില്ല. മന്ത്രി എക്സ്ട്രാ ഡീസന്റ് ആണ്. മന്ത്രി ഇത് അറിയുന്നില്ല. ഇതാണ് സംഭവം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് മന്ത്രിക്ക് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ജില്ലാ നേതൃത്വം എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. കാരണം ഇപ്പൊ തന്നെ കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് പല ആൾക്കാരും ഇവിടെ പോയിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കും, പല പാർട്ടിയിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 5 നിയോജക പ്രസിഡന്റുമാരും 3 ജില്ലാ ജനറൽ സെക്രട്ടറിമാര് 3 ജനറൽ സെക്രട്ടറിമാരും ആണ് ഇപ്പൊ ഓൾറെഡി പാർട്ടി മാറി ഈ ജയിലിലേക്ക് ചേരാൻ പോകുന്നത്.
അപ്പൊ അത്രയും പേര് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും? കാരണം ഇപ്പൊ തന്നെ അരുവിക്കര നിയമം പ്രസിഡന്റാണ് ഇരിക്കുന്നത്. ഇപ്പൊ അരുവിക്കരയിൽ വേറൊരാളെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അയാളുടെ എന്ന് പറയാൻ അതിനകത്തെല്ലാം നമ്മുടെ വ്യക്തമായിട്ട് പേപ്പറിനകത്ത് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാം. കാരണം അറിയാലോ ഇപ്പൊ തന്നെ നമ്മുടെ കേരളം, കാരണം മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ആ ഒരു ചില കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ പോലീസുകാർക്കാണെങ്കിലും ഒരു സ്വതന്ത്രമായിട്ടൊരു പ്രതിയെ പിടിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാര്യം അപ്പൊ തന്നെ വീഡിയോ എടുക്കുക, ക്യാമറ എടുക്കുക, നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. നല്ല രീതിയിലുള്ള സത്യസന്ധമായിട്ടുള്ള ഓഫീസർമാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കും ഒന്നും നല്ല രീതിയിലൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ തന്നെ കാരണം അറിയാലോ, കാരണം ഇപ്പൊ തന്നെ ഈ മയക്കുമരുന്നും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? എല്ലാം പാർട്ടി ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പിന്നെ കുറ്റം പറയുന്നതല്ല, നമ്മൾ വാർത്ത കാണുന്നതാണല്ലോ. നിങ്ങളാണല്ലോ ഇതിന്റെ ആൾക്കാർ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതിനി നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചേർന്ന് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് സത്യം. എന്തോ അല്ലല്ല, ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, ഇദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. എനിക്ക് 3 ജനറൽ സെക്രട്ടറിമാർ വരാനുണ്ട്, വന്നിട്ടില്ല. എന്റെ പേര് അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിൽ. ഇത് ഷാജഹാൻ ഈ പോത്തൻകോട്, അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി. ഇത് തമ്പാൻ മോഹനൻ, ജില്ലാ ജനറൽ സെക്രട്ടറി. അരുവിക്കര നിയമ പ്രസിഡന്റ് ഉദയകുമാർ, കഴക്കൂട്ടം നിയമ പ്രസിഡന്റ് സ്റ്റുബർട്ട്. നടത്തി. പക്ഷെ ഞാൻ ഓൾറെഡി എന്ന് പറയാൻ നമ്മള് കേരള കോൺഗ്രസ് എമ്മിലാണ്, ഞാൻ അതുകൊണ്ട് തന്നെ എഴുതിയിരിക്കണം. കേരള കോൺഗ്രസ് എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ ഇത് നല്ലതായിരിക്കും, അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഗണേഷ് കുമാർ സാറ് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്, അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും കുറ്റം പറയത്തില്ല. പക്ഷേ ജില്ലാ നേതൃത്വമാണ് പ്രശ്നം. അവർ കാണിക്കുന്ന പറഞ്ഞ് പോയി വരട്ടുകയാണ് അവിടെ. എന്നിട്ട് നമ്മൾ കാണിക്കുന്നില്ല. കാരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു ബസ് ഇറക്കുമ്പോഴത്തേക്ക് പോയിട്ട് ഇങ്ങനെ ആരോഗ്യം നടത്തി ഇങ്ങനെ ഡീൽ ചെയ്ത് അങ്ങ് വിടുകയാണ്. ഓക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ അഴിമതി ആരും സത്യപ്പെടുത്തുന്നില്ല. അതാണ് നമ്മുടെ ഒരു വിഷമം എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ പിന്നെ അല്ലല്ല വെള്ളട കൂളാറി പാറശ്ശാല നിയമ പ്രസിഡന്റ്. അപ്പൊ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അല്ല, പുതിയ പാർട്ടി എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഒരു ഇതില്ല. കാരണം ഒരു മാതൃക കുടുംബം സീനിയർ നേതാവാണ് ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ. അപ്പൊ അദ്ദേഹത്തിന് കുറെ നല്ല കാര്യങ്ങൾ അറിയാം. കാര്യം പണ്ട് മാണി സാർ ഉള്ളതുപോലെ തന്നെയാണ് പുള്ളിക്ക് നല്ല കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ചേർന്ന് പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലല്ല, ഗണേഷ് കുമാർ സാറിന്റെ വ്യക്തിത്വം ഉണ്ടെന്നേ. ഗണേഷ് കുമാർ നല്ല മനുഷ്യനാണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതേ ഇത് അറിയുന്നില്ല, ഇവിടെ നടക്കുന്ന സംഭവം അറിയുന്നില്ല. പക്ഷെ ഞങ്ങൾ പോയി ശ്രദ്ധയിൽ 2 പ്രാവശ്യം പെടുത്തിയിട്ട് പോലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതാണ് സത്യം. അഴിമതി എന്ന് പറയുമ്പോൾ നമ്മൾ ഗണേഷ് കുമാർ സാറിന്റെ ആ ഒരു പിന്നെ ജനങ്ങളോടുള്ള ഒരു പ്രവർത്തനവും ആ മികവും കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ വേറൊരു പ്രസ്ഥാനത്തിൽ നിന്ന് ഈ ഗണേഷ് കുമാർ സാറിന്റെ വന്നത്. പക്ഷെ ജില്ലാ നേതൃത്വം നമ്മുടെ പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ അരുവിക്കര നിയമ പ്രസിഡന്റായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരാൾ പോലും ആരാട് അരുവിക്കര നിയമത്തിൽ ഒരാൾ പോലും കേരള കോൺഗ്രസിൽ ബി ഇല്ല എന്ന സമയത്താണ് ഞാൻ ആരിനായിട്ട് കേരള കോൺഗ്രസ് ബി അരുവിക്കര നിയമ പ്രസിഡന്റായിട്ട് വരികയും 300ഓളം പ്രവർത്തകരെ കൊണ്ട്, അതിന്റെ ഇതെല്ലാം ഫോട്ടോ എല്ലാം എൻ്റെ ഇതിലുണ്ട്. 300ഓളം പ്രവർത്തകരെ കൊണ്ടുവന്ന് ഒരു പിന്നെ മണ്ഡലം കൺവെൻഷൻ വെച്ചു. അത് അത്രയും മെമ്പർഷിപ്പും ചേർത്ത് ആ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മണ്ഡലമാണ് അരുവിക്കര നിയമമണ്ഡലം. അവിടെ നടന്ന സംഭവം ഗണേഷ് കുമാർ സാർ മന്ത്രി ആയതിനു ശേഷം ഒരു എതിരെയുള്ള ഒരു ഹരികുമാറും ഒരു BMS-ലുള്ള ഹരികുമാറും സുനിയും കൂടെ ചേർന്ന് വ്യാപകമായി മന്ത്രിയായതിനു ശേഷം ഈ പൂജപ്പുര ഒത്താശയോടുകൂടി പിന്നെ CLR നിയമനങ്ങൾ, നെടുമങ്ങാട് 3 CLR നിയമനം, ആരോപണം അത് പിന്നെ പാപ്പനംകോട് 3 CLR നിയമനം, പിന്നെ 9 പേരെ പാപ്പനംകോട് CLR ഒരു മാനദണ്ഡങ്ങളും ഒന്നും പാലിക്കാതെയാണ് അത് എടുത്തിട്ടുള്ളത്. അത് കമ്മിറ്റിയിൽ പല തവണ നമ്മൾ ചർച്ചയ്ക്ക് ഒരു 3 കമ്മിറ്റി വെച്ചിട്ട് അതിനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം അത് അന്വേഷിക്കണമെന്ന് നമ്മൾ ജില്ലാ പ്രസിഡന്റ് പൂജപ്പുര ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അതുകൊണ്ട് പാപ്പനംകോട് ഡിപ്പേര കോളേജിൽ തന്നെ ഈ ഇവിടെ ജില്ലാ പിന്നെ വൈസ് പ്രസിഡന്റ് മോക്ക് അവിടെ ഒരു ജോലി പിന്നെ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുവിന് ജോലി വ്യാപകമായിട്ട് പിന്നെ ഡെയിലി വേസറ്റ് എടുത്തിട്ടുള്ള പിന്നെ ഡ്രൈവറാ പൂജപ്പുര ചേട്ടന്റെ അവിടെ ഫ്ലാറ്റിൽ പോയി കണ്ടവർക്ക് എല്ലാം ജോലി കിട്ടിയിട്ടുണ്ട്. വ്യാപകമായിട്ട് അഴിമതിയാണ് വന്നിട്ടുള്ളത്. അത് അഴിമതി നിങ്ങൾ സത്യസന്ധമാണോ ഒന്നുമില്ല അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കാണ്.
ഒരു ഹരികുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഇതിലും പറഞ്ഞു വേഗം അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂള് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ 350ഓളം പേര് അരുവിക്കര നിയമനം പ്രസിഡന്റ് 5 മണ്ഡല പ്രസിഡന്റ് ഉൾപ്പെടെ 350ഓളം പേര് പാർട്ടി വിട്ട് നിന്ന ആ സമയത്ത് ഇപ്പം ഒരു നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ശരത് പൂനായി എന്ന് പറഞ്ഞ ഒരു ആളിനെ എടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്ന് വെച്ചാൽ പിന്നെ മയക്കുമരുന്നും കഞ്ചാവ് കേസിലും പിടിച്ചു കാട്ടാട് കോടതി ശിക്ഷിക്കുകയും ശിക്ഷ എത്ര രൂപ ശിക്ഷ അനുഭവിച്ച പ്രതിയാണ് കാട്ടാട് കോടതിയിൽ ഈ കുളപ്പട വെച്ച് ഒരാളുടെ കഴുത്തിൽ മഴ കൊണ്ടുവച്ച് 20 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസും കാട്ടാട് കോടതിയിൽ കേസ് ഇപ്പം നടന്നു വരുന്നതാണ്. അദ്ദേഹം ഇപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് ഇത്രയും വിപുലമായ പരിപാടികൾ ക്യാമ്പയിനുകൾ നടക്കാൻ പോണ് ഒരു പുതിയൊരു നിയമങ്ങളുടെ പ്രസിഡന്റ് എടുത്താൽ ഇത്രയും കള്ളനായിട്ട് ഒരു വ്യാജ ബിസിനസ് ചെയ്യുന്ന ഒരാളിനെയാണ് നിയമങ്ങളുടെ പ്രസിഡന്റ് എടുത്തത്. നിങ്ങൾ പരിശോധിക്കാം, കേസുകൊണ്ട് ക്രൈം നമ്പർ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ക്രൈം നമ്പർ നിങ്ങൾ തന്നെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളിപ്പോഴും പറയുന്നു, മന്ത്രി ഇതൊന്നും അറിയാം, മന്ത്രിയെ പേര് കളയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ളൊരു ജില്ലാ നേതൃത്വം വഹിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ശക്തമായി പരിശോധിക്കാം. മന്ത്രി എന്ന് പറഞ്ഞാൽ നല്ല ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗണേഷ് കുമാർ സാറ്. അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം പാർട്ടിക്കാരുടെയും ആ രീതിയിൽ തന്നെ. പക്ഷേ ജില്ലാ നേതൃത്വം പെരുമാറുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റിയായി തിരുവനന്തപുരം മാറിയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളെ ഞാൻ പറയും, നിയോജകമണ്ഡലം പ്രസിഡന്റ് ആ ക്രൈം നമ്പറുണ്ട് അദ്ദേഹത്തിന് വേണ്ടി. ഇപ്പം കഴക്കൂട്ടം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് കഞ്ചാവിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ശരത് പൂനായി എന്നുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട്. അതേപോലെ തന്നെ ഈ പാലപ്പൂർ സുരേഷ് എന്നാണ് അദ്ദേഹത്തിന് പല സ്റ്റേഷനുകളിലും ജില്ലാ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുക. അദ്ദേഹം PC ജോർജിന്റെ കൂടെ ഒരു ആളുമില്ല എന്ന് ആ പ്രസ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം മന്ത്രിയാകുമെന്ന് പറഞ്ഞ് ആ സമയത്ത് കുറച്ച് പേരെ ഇങ്ങനെ ബിനാമി പോലെ കുറച്ച് പേരെ കൊണ്ടുവന്നൊരു പത്രസമ്മേളനം നടത്തി വന്നിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ മോക്ക് പാപ്പന ഡിപ്പയിൽ ജോലി, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ജോലി. ഇത് പാവപ്പെട്ടവർക്ക് കിട്ടാണ്ട ജോലികളാണ്. ഇദ്ദേഹം ഈ ജില്ലാ നേതൃത്വം പൈസയും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുള്ള ഈ നിയമനങ്ങൾ നടത്തിക്കൊണ്ട് അതിനെതിരെയാണ് നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുക ഇതൊരു വാർത്താ സമ്മേളനം നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. നമുക്കതല്ല, നമ്മളാ ഈ പ്രസ്ഥാന കേരള കോൺഗ്രസ് നമ്മളെ ചെയർമാനെ പറ്റി അദ്ദേഹം ബാലകൃഷ്ണ സാറ് നിന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ നിന്നവരും ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ജില്ലാ നേതൃത്വത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ അതിൽ നിന്ന് പാർട്ടി സ്ഥാനം രാജിവെച്ചു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.